കർണാടകയിൽ വഴിയിൽ തടഞ്ഞു നിർത്തി അശ്ലീല പരാമർശം നടത്തിയത് ചോദ്യം ചെയ്തതിന് കോളേജ് വിദ്യാർത്ഥിനിക്കും സഹോദരിക്കും ക്രൂരമർദ്ദനം. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള 10 സംഘം വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് ആക്രമണം നടത്തിയത്. അക്രമി സംഘം ഇരുവരെയും ക്രൂരമായി മർദ്ദിക്കുകയും കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കർണാടകയിലെ ചിക്കബല്ലാപൂരിലാണ് സംഭവം. ചൊവ്വാഴ്ച വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മേഘന എന്ന 18-കാരിയെ കാർത്തിക്, വിനോദ് എന്നീ യുവാക്കൾ വഴിയിൽ തടഞ്ഞു നിർത്തി അശ്ലീല പരാമർശം നടത്തി. ഇതിൽ പ്രകോപിതയായ മേഘന ഇരുവരെയും പൊതുമധ്യത്തിൽ വെച്ച് കരണത്തടിക്കുകയും പിന്നീട് വീട്ടിലെത്തി അമ്മയെ വിവരമറിയിക്കുകയുമായിരുന്നു. എന്നാൽ ഇതിന് പ്രതികാരമായി അന്ന് രാത്രി 8:30-യോടെ സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം വരുന്ന സംഘവുമായി പ്രതികൾ പെൺകുട്ടിയുടെ വീട്ടിലെത്തി. കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് അക്രമാസക്തരായ പ്രതികൾ വീടിന്റെ മുൻവാതിൽ തകർത്ത് അകത്തു കടന്ന് കണ്ണിൽ കണ്ടതൊക്കെ തല്ലി തകർത്തു. തടയാൻ ശ്രമിച്ച ഇളയ സഹോദരി നിഹാരികയെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് അക്രമികൾ മേഘനയ്ക്ക് നേരെ തിരിഞ്ഞത്. കയ്യിലുണ്ടായിരുന്ന മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് മേഘനയുടെ വയറിലും കഴുത്തിലും പ്രതികൾ മാറി മാറി കുത്തി. ഈ സമയം പെൺകുട്ടിയുടെ അമ്മ ഓടിയെത്തുകയും അക്രമികൾക്ക് നേരെ മുളകുപൊടി എറിയുകയും ചെയ്തതോടെയാണ് സംഘം പരിഭ്രാന്തരായി സംഭവസ്ഥലത്തുനിന്ന് ഓടി രക്ഷപ്പെട്ടത്. നിലവിളി കേട്ടെത്തിയ അയൽവാസികളാണ് ചോര വാർന്ന നിലയിൽ സഹോദരിമാരെ ആദ്യം പ്രാദേശിക ആശുപത്രിയിലും പിന്നീട് പരിക്ക് അതീവ ഗുരുതരമായതിനാൽ കോലാർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇരുവരും. ನಾನು ಮನೆಯಲ್ಲಿರುವಾಗ ನಮ್ಮಮ್ಮ ಊರಿಗೆ ಹೋಗಿದ್ರು. ಮನೇಲಿ ಯಾರೂ ಇಲ್ಲ. ನಾನು ನಮ್ಮ ಅಕ್ಕ ಇರುವಾಗ ಯಾರೋ ಬಂದ್ಬಿಟ್ಟು ಜುಟ್ಟಿಟ್ಕೊಂಡು ಹೊಟ್ಟೆಗೆ ಹೆಂಗಂದ್ರೆ ಹಂಗೆ ಹೊಡೆದ್ಬಿಟ್ಟು ನಮ್ಮ ಅಕ್ಕನ ಚಾಕುವಲ್ಲೆಲ್ಲ ಕೊಯ್ದ್ಬಿಟ್ಟು ಮತ್ತೆ ನಮ್ಮ ಅಕ್ಕನ ಚಾಕುವಲ್ಲಿ ಕೊಯ್ದ್ಬಿಟ್ಟು ನನ್ನ ಹೊಟ್ಟೆ. സംഭവത്തിന് പിന്നാലെ സ്വന്തം വീടിനുള്ളിൽ പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത അവസ്ഥയാണെന്ന് ആരോപിച്ച പ്രദേശത്ത് വലിയ രീതിയിലുള്ള ജനരോഷവും പ്രതിഷേധവും ഉയർന്നു. പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്ന് നാട്ടുകാരും മനുഷ്യാവകാശ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. വധശ്രമം, അതിക്രമിച്ചു കടക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അതേസമയം മേഘനയുടെ അമ്മ തങ്ങൾക്കെതിരെ ജാതീയമായ അധിക്ഷേപം നടത്തിയെന്നും മുളകുപൊടി എറിഞ്ഞ് പരിക്കേൽപ്പിച്ചെന്നും കാണിച്ച് പ്രതികളുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇരുവിഭാഗത്തിന്റെയും പരാതികൾ പരിശോധിച്ചു വരികയാണെന്നും ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് അറിയിച്ചു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.